അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് നമ്മുടെ സാധനം 6 മാസം മുന്നേ ഒരു ടീംസ് എടുത്തുകൊണ്ടിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ സാധനം തിരിച്ച് കിട്ടുമോ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ കുറേ കാലമായി നമ്മുടെ വീഡിയോ അട്ടപടലം നിർത്തിച്ച് ഒരു ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെയാക്കി വിട്ടതാണ് നമ്മളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ. എന്താ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ, ഗിംബല്, അതേമാതിരി മൈക്ക്, ലാപ്ടോപ്പ് മൊത്തം പാടെ കൂട്ടിക്കഴിഞ്ഞൊരു 3-3.5 ലക്ഷം ഉറുപ്പിക മുതൽ. ആ സാധനം നമ്മൾ 6 മാസമായിട്ടും ഇതുവരെ ഒരു അനക്കവുമില്ല, വിട്ട് തരാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷെ നമ്മൾ കേസ് സാധനം എന്താ ഇന്ന് റിലീസിങ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടുമെന്നറിയില്ല. സാധനം പോയി നോക്കി കിട്ടുകയാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരണം. പോരാത്തതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ആള് ജാമ്യം വേണം, അവരുടെ നികുതി ചീട്ടും കാര്യങ്ങളൊക്കെ വേണം. അത് വേണം, എന്തായാലും ജാമ്യത്തിന് വേണമല്ലോ. പിന്നെ ഇതിന്റെ ഒക്കെ ഓരോ ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കും വേണം. അതൊക്കെയാണ് കണ്ടീഷൻ. അപ്പൊ ഏതെന്തെങ്കിലും എടുക്കാൻ പോവല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഒന്നും നോക്കണ്ട, 3 ലക്ഷം രൂപ മുതല് പോയി എന്നാണ് കരുതിയാ മതി. കാരണം ഏത് ഈ മിറർലെസ് ക്യാമറയ്ക്കൊക്കെ ഈ 10 ദിവസം 15 ദിവസം എടുക്കാണ്ടിരുന്നാൽ തന്നെ സാധനം അടിച്ച് പോവും, ഫംഗസ് അടിച്ച് പോവും. ഇത് 6 മാസമായി. എന്തിനാ പിടിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ തമ്പുരാനെ അറിയുള്ളൂ. നോക്കാം, കിട്ടുമോക്കാലോ. തുറന്നിട്ട് കാണിച്ചു തരാം. പോയ സ്ഥല വണ്ടി കയറാൻ പറ്റില്ല. വണ്ടിയാണ് യോഗം വേണ്ട. അതൊന്നാലും 10 ദിവസം കടന്ന സ്ഥലമാണെന്ന് അറിയണ്ടേ? 10 ദിവസം കടന്ന സ്ഥലമാണെന്ന് അറിയണ്ടേ? അപ്പോളേ നമ്മൾ പോയത് ശനിയാഴ്ചയാണ്. അന്ന് നമ്മൾ പോയിട്ട് പേപ്പർ വർക്കിൻ്റെ കാര്യം വെച്ചിട്ട് ചെറുതായിട്ട് അവിടെ നിന്ന് മൂഞ്ചിപ്പോകും. ഒന്നുമില്ല, ഫോട്ടോ എടുക്കുക, അതിൻ്റെ ഒരു പ്രിൻ്റ് അടിച്ച് കൊടുക്കുക. അപ്പം അതിനായിട്ട് ഒരു ദിവസം തിരിച്ചു വന്നു. ഇതിപ്പോൾ അത് കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇന്നതാ വീണ്ടും പോണു. 2 ജാമ്യക്കാർ വേണം, ആ പേപ്പർ കൊടുക്കും. ഇന്ന് സാധനം കിട്ടിയാൽ നിർത്തുകൊണ്ടു. അപ്പോൾ 6 മാസത്തിന് ശേഷം നമ്മുടെ സാധനങ്ങൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതും 2-3 പ്രാവശ്യം അപ്പീൽ കൊടുത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ട്. അരിസഞ്ചിയിലൊക്കെയാണ് ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ആ, പിന്നെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഒരു അടിപൊളി സാധനം. അതില് ഫംഗസ് അടിച്ചിട്ട് അതിന്റെ ഊപ്പാട ഇളകി. ഇതെന്തോ വായത്തിന് പ്ലാസ്റ്റിക് കവറിൽ ഇട്ടുകൊണ്ട് ആ സാധനം അങ്ങനെ ഇരിക്കുന്നുണ്ട്. എടുത്തോ. ഓ, CRPC ഒക്കെ എഴുതണല്ലോ, സെക്ഷൻ. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നശിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. പോയി എല്ലാം പാടെ 3 ലക്ഷം രൂപ സാധനം ഉണ്ടായിരുന്നു. പോയി എല്ലാം പിടിക്കും. അപ്പോൾ ഒരു ലാപ്പുണ്ട്, ഒരു ഗിംബലുണ്ട്, ഒരു മൈക്കും ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെയും ഉണപ്പല ഇളകിയ മാതിരിയാണ്. വലിയ മെച്ചം കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പിടിച്ച സാധനം പോയി. ഈ സാധനം അതും പോയി. ഒന്നൊന്നുമില്ലാത്ത അവസ്ഥ. പിടിച്ചോ. ക്യാമറ എന്തായാലും നേരെ ഇറങ്ങി അവിടെ നല്ലൊരു കട നോക്കിയിട്ട് അവിടെ തന്നെ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ശരിയായി കിട്ടുകയാണെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും സാധനം വിട്ട് കിട്ടിയണത് കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അവരെപ്പോൾ വെച്ചാലും സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. 1-2-3 പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ അറിവ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കം നമ്മുടെ ഒരു പറകൊണ്ട് സാധനം വരുന്നു പറഞ്ഞായിരുന്നു. അതിൻ്റെ വാല് പിടിച്ച് തുമ്പ് പിടിച്ച് വന്ന് ഈ സോക്കഡ് സാധനം പിടിച്ച് കിട്ടിയിട്ടൊക്കെയാണ് എടുത്തോണ്ടേത്. നമ്മൾ വാറ്റിറക്കുന്ന രീതിയിൽ എന്തൊക്കെ അറിയോ കേരളത്തിൽ ഞങ്ങൾ വാറ്റിറക്കാൻ ഞങ്ങൾക്ക് പ്രാന്തോ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞ് വെച്ചോടത്തുനിന്ന് നമ്മളൊരു അണ്ണിക്കിട്ട മാറിയിട്ടില്ല. ആ പറകൊണ്ട് സാധനം നമ്മൾ ഇറക്കും, നല്ല നൂല് കെട്ടി ഇറക്കും. അതിനൊരു വ്യത്യാസവും ഇല്ല. സാധനം മാറ്റമല്ല. എന്താണെന്നുണ്ടെങ്കിലും അത്ര ടോപ്പ് ക്ലാസ് സാധനമാവും. ഒന്നും പേടിക്കാല്ല. അതും നമ്മുടെ സിഗ്നേച്ചർ അതിൽ ഉണ്ടാവും. അത് 100% സൂറാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും സാധനം വരും, ആരും നിരാശനാക്കില്ല. പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേപ്പർ വർക്ക് നടക്കുന്നുണ്ട്. പേപ്പർ വർക്കല്ല, പേപ്പർ വർക്ക് എന്നല്ല. സാധനം നമ്മൾ സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമ്പിൽ
സെറ്റാക്കി ഇറക്കി വിടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസ് കഴിഞ്ഞിട്ടില്ല, കാരണം സാധനം തന്നെ ഇപ്പോഴാണ് വിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കേസ് എങ്ങനെ പോലും ഈ അടുത്ത കാലത്തൊന്നും തീരാൻ്റെ ഒരു ചാൻസും ഇല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പരിപാടികളുണ്ടല്ലോ, സാധാ വീഡിയോസും കാര്യങ്ങളൊക്കെ സാധാ മാതിരി വരുന്നുണ്ട്. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യും അടിപൊളിയായിട്ട് സാധനം ഇറക്കും ചെയ്യും, അതിലും വ്യത്യാസമൊന്നുമില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിൽ തന്നെ ലൈക്കും ഷെയറും സബ്ബും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും കുറേ പൈസ കൊണ്ടേ കെട്ടി സാധനം ഇറക്കി കൊണ്ടുവന്ന് നമ്മുടെ 6 മാസം മുന്നേ പിടിച്ച സാധനമൊക്കെ തിരിച്ചതേമാതിരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അറിയില്ല, നോക്കണം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും വേറെ പരിപാടിയൊന്നുമില്ല.